നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബൂർഷ്വാ ശീലങ്ങളെ മാറ്റി നിർത്തുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്ഭവനുമായി അകാരണമായ സംഘർഷത്തിന് CPI ആഗ്രഹിക്കുന്നില്ലെന്നും ബിനോയ് വിശ്വം. ആലപ്പുഴ ബീച്ചിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ആലപ്പുഴ പാലസ് വാർഡിൽ കൊട്ടാരച്ചിറയിൽ 15 വയസ്സുള്ള ഡോൺ തോമസ് ആണ് മരിച്ചത്. കടലിൽ അകപ്പെട്ട വാൻഹായ് 503 കപ്പലുമായി ബന്ധപ്പെട്ട രക്ഷാബോട്ട് എന്ന് കരുതപ്പെടുന്ന ഭാഗം ആലപ്പുഴയിൽ കരയ്ക്കടിഞ്ഞു. പുന്നപ്ര കടൽത്തീരത്താണ് രക്ഷാബോട്ടെന്ന് കരുതുന്ന ഭാഗം കരയ്ക്കടിഞ്ഞത്. വൈക്കത്തെ ശക്തമായ കാറ്റിൽ വ്യാപക നാശം. ഉദയനാപുരത്ത് വീടിന്റെ ട്രസ് വർക്ക് ചെയ്ത മേൽക്കൂര ഉൾപ്പെടെ പറന്നുപോയി. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. വിശദാംശങ്ങൾ. രാജ്ഭവൻ നിലപാട് മാറ്റിയെങ്കിൽ സ്വാഗതം ചെയ്യുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്ഭവനുമായി അകാരണമായ സംഘർഷത്തിന് CPI ആഗ്രഹിക്കുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ അഭിമാനത്തിന്റെ കൂടെയാണ് ഈ നാടിന്റെ നിലപാടുകളുടെ പ്രത്യേകമായി ഭാരതാംബയ്ക്ക് ജയ് വിളിക്കാൻ ഒരു മടിയേക്ക് മനസ്സർപ്പിക്കില്ല. പക്ഷെ ഭാരതാംബയുടെ പേരെന്ന് പറഞ്ഞുകൊണ്ട് RSS താല്പര്യങ്ങളെ ഒളിച്ചു കടത്താനായി ശ്രമിച്ചാലും ആ ശ്രമത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇടതുപക്ഷക്കാർക്ക്, നിശസ്നേഹികൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നാണ് പാർട്ടി പറയുന്നത്. പല സുഹൃത്തുക്കളും പറയുന്നു രാജ്ഭവൻ ആ നിലപാട് മാറ്റിയെന്ന്. ആ നിലപാട് മാറ്റി എന്ന ആ വാർത്ത ശരിയാണെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. RSS ഭാരതമാതാവാണ്, ഭാരതമാതാവ് എന്നുള്ള ആ നിലപാടിൽ നിന്ന് രാജ്ഭവൻ മാറിയെങ്കിൽ നല്ല കാര്യമാണ്. ആ നിലപാടിൽ നിന്ന് രാജ്ഭവൻ പിന്നോട്ട് പോയെങ്കിൽ അത് തെറ്റാണ്. ആ നിലപാട് അത് തിരുത്തിയെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും അതിനെ സ്വാഗതം ചെയ്യും. ആ നിലപാട് മാറ്റം സത്യമാണെങ്കിൽ അപ്രകാരം ഒരു ശരിയിലേക്ക് എത്തിയ ബഹുമാനപ്പെട്ട ഗവർണർ അർലേക്കർജിയുടെ നിലപാടിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യും. ശരിയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് രാജ്ഭവന്റെ ഭാഗം വിശദീകരിക്കുന്ന ഒരു ലേഖനം ഇന്ന് ചില പത്രങ്ങളിലുണ്ട്, ചില ഇംഗ്ലീഷ് പത്രങ്ങളിലുണ്ട്. ആ ലേഖനത്തിൽ ഇങ്ങനൊരു കാര്യം സുവ്യക്തമായി പറയുന്നില്ല. ആ ലേഖനം ഞാൻ വായിച്ചു. സുവ്യക്തമായി പറയുന്നില്ല. അതിനകത്ത് RSSന്റെയും രാജ്ഭവന്റെയും ഭാഗങ്ങളെ ന്യായീകരിക്കുന്ന ഭാഗങ്ങൾ ഒത്തിരി ഉള്ളതാണ്. പക്ഷേ ഈ പറയുന്ന ഭാഗം ഞാൻ കണ്ടില്ല. എന്നാലും ചില മാധ്യമങ്ങൾ എന്നെ വിളിച്ചു പറയുന്നു രാജ്ഭവൻ നിലപാട് മാറ്റിയിട്ടും. ആലപ്പുഴ ബീച്ചിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. പാലസ് വാർഡിൽ കൊട്ടാരച്ചിറയിൽ ജോസഫിന്റെ മകൻ ഡോൺ തോമസ് ആണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കുന്നതിനിടയിൽ തിരയിൽപ്പെടുകയായിരുന്നു. തത്തമ്പള്ളി സെന്റ് മൈക്കിൾ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കടലിൽ അകപ്പെട്ട വാൻഹായ് 503 കപ്പലുമായി ബന്ധപ്പെട്ട രക്ഷാബോട്ട് എന്ന് കരുതുന്ന ഭാഗം ആലപ്പുഴയിൽ കരയ്ക്കടിഞ്ഞു. അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് 503 കപ്പലിലെ ലൈഫ് ബോട്ടുകളിലൊന്ന് ആലപ്പുഴ തീരത്തടിഞ്ഞു. പറവൂർ അറപ്പപ്പുഴി തീരത്താണ് ഇന്നലെ രാത്രി 10ഓടെ ലൈഫ് ബോട്ട് അടിഞ്ഞത്. ലൈഫ് ബോട്ടിൽ വാൻഹായ് എന്നും സിംഗപ്പൂർ എന്നും എഴുതിയിട്ടുള്ളതിനാൽ തീപിടിച്ച കപ്പലിലേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളാണ് വാടക്കലിനും പറവൂരിനും ഇടയിൽ അറപ്പപ്പുഴി ഭാഗത്ത് അടിഞ്ഞ വിവരം അധികൃതരെ അറിയിച്ചത്. ഉടൻ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ C. പ്രേംജിയും ഉദ്യോഗസ്ഥരും പുന്നപ്ര പോലീസും തോട്ടപ്പള്ളിയിൽ നിന്ന് കോസ്റ്റൽ പോലീസും എത്തി. JCB ഉപയോഗിച്ച് രാത്രിയിൽ തന്നെ ലൈഫ് ബോട്ട് കരയ്ക്ക് കയറ്റി. വാൻഹായ് കപ്പലിൽ നിന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ അടക്കമുള്ള വസ്തുക്കൾ തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ എറണാകുളം ജില്ലയുടെ തെക്കൻ തീരങ്ങളിലും ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരപ്രദേശങ്ങളിലും അടിയാൻ സാധ്യതയുണ്ടെന്ന് കോസ്റ്റ് ഗാർഡും ഇന്റർനാഷണൽ ടാങ്കേഴ്സ് ഓണേഴ്സ് പൊല്യൂഷൻ ഫെഡറേഷനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കടൽ തീരത്ത് കപ്പലിൽ നിന്ന് വീണതാണെന്ന് സംശയിക്കുന്ന ഒരു വസ്തുവും സ്പർശിക്കരുതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിരുന്നു. ബൂർഷ്വാ ശീലങ്ങളെ മാറ്റി നിർത്തുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI ആലപ്പുഴ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുശീലങ്ങളും ഗ്രൂപ്പിസവുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതൊന്നും ചെറിയ കാര്യമല്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാകാൻ നേതാവ് ആകണമില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അപ്പോൾ തന്നെ കുറഞ്ഞു കളയുന്ന പാർട്ടിയല്ല CPI.
ഉറപ്പുകൊണ്ട് ആ ഉറപ്പ് എല്ലാവർക്കും വേണം. ചടങ്ങ് നിർവഹിക്കുമ്പോൾ അതൊക്കെ പറയുക, അത് കഴിഞ്ഞ് ഏതൊരു പാർട്ടിയെ പോലെ പ്രവർത്തിക്കുക, ജീവിക്കുക. എല്ലാ ദോഷപാർട്ടികളുടെയും എല്ലാ അഴുക്കുകളും ഏറ്റുവാങ്ങാനും അതൊക്കെ ഇടം കൊടുക്കുന്ന ഫലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണുക. ഒരിക്കലും ഈ പാർട്ടിക്ക് ഭൂഷണമല്ല. നാം ജീവിക്കുന്ന സമൂഹത്തിൽ മുതലാളിത്തത്തിൻ്റെ ആശയങ്ങൾക്ക് പ്രതിഷേധ സ്വാധീനമുണ്ട്. അതാണ് പൊതുവിൽ രാഷ്ട്രീയ വലതുപക്ഷ വിഭാഗം. രാഷ്ട്രീയ വലതുപക്ഷം എന്ന് പറയുന്നത് മുതലാളിത്ത ജീവിതക്രമത്തിൻ്റെയും മുതലാളിത്ത ആശയത്തിൻ്റെയും ആ ദുഃഖത്തിൻ്റെയും തിന്മകളുടെയും രാഷ്ട്രീയ മുഖമാണ്. അതിൻ്റെ അഴുക്കെന്ന് പറഞ്ഞാൽ അത് പലതും അഴിമതി, അഴിഞ്ഞാട്ടങ്ങൾ, വൃത്തികെട്ട ശീലങ്ങൾ, ഗ്രൂപ്പിസം, കണക്കില്ലാത്ത പണം പിരിക്കൽ, ധൂർത്തുള്ള ജീവിതം, മദ്യപാനം, വ്യഭിചാരം, ഇതെല്ലാം ഈ പറയുന്ന ബൂർഷ്വാ ശീലങ്ങളുടെ ഭാഗമായി. ആലപ്പുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PV സത്യനേശൻ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ദീപ്തി അജയ്കുമാർ, G കൃഷ്ണപ്രസാദ്, AITUC ജില്ലാ പ്രസിഡന്റ് V മോഹൻദാസ്, R സുരേഷ്, P ജ്യോതിസ്, DP മധു, R അനിൽകുമാർ, PSM ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈക്കത്തെ ശക്തമായ കാറ്റിൽ വ്യാപക നാശം. ഉദയനാപുരത്ത് വീടിന്റെ ഡ്രസ് വർക്ക് ചെയ്ത മേൽക്കൂര ഉൾപ്പെടെ പറന്നുപോയി. വൻ അപകടമൊഴിവായത് തലനാരിഴയ്ക്ക്. വൈക്കം ഉദയനാപുരം കിഴക്കേ നട രാഹുൽ ലൈൻ അലിയുടെ വീടിന്റെ ഡ്രസ് വർക്കാണ് ശക്തമായ കാറ്റിൽ പറന്നു വീണത്. രാത്രിയുണ്ടായ കാറ്റിൽ 450 സ്ക്വയർ ഫീറ്റ് വരുന്ന ഡ്രസ് വർക്കാണ് അപകടാവസ്ഥയിൽ 100 മീറ്ററോളം പറന്നു നീങ്ങിയത്. ഈ ഭാഗം തെങ്ങിൽ തട്ടി നിന്നതിനാൽ വൻ അപകടം ഒഴിവായി. വൈക്കം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽ രാജിന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങളുടെ സംഘം വളരെ പാടുപെട്ടാണ് റൂഫിംഗ് താഴെ ഇറക്കിയത്. ശക്തമായ കാറ്റിൽ പലയിടങ്ങളിൽ നിരവധി മരങ്ങൾ വീണു. ചേർത്തല ഒറ്റമശ്ശേരിയിൽ കാൽനട യാത്രക്കാരൻ കാറിടിച്ച് മരിച്ചു. പട്ടണക്കാട് പഞ്ചായത്ത് 17-ാം വാർഡിൽ തയ്യിൽ വീട്ടിൽ സേവ്യറിന്റെ മകൻ സണ്ണിയാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. റോഡിലൂടെ നടന്നു പോകുമ്പോൾ കാറ് ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പട്ടണക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്കാരം വെട്ടയ്ക്കൽ സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ചേർത്തല നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ തലമുറ സംഗമം പരിപാടി സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പഴയ തലമുറക്കാരായ വയോജന അയൽക്കൂട്ട അംഗങ്ങളും പുതുതലമുറയിലെ ഓക്സിലറി ഗ്രൂപ്പിനെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പഴമയും പുതുമയും ഉൾച്ചേർന്ന തലമുറ സംഗമം പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭ 17-ാം വാർഡിലെ റോട്ടറി ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭ അധ്യക്ഷ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇതിൻ്റെ തുടക്കം നമ്മുടെ ഓരോ വാർഡുകളിലും അന്ന് നമുക്ക് 28 വാർഡുകളായിരുന്നു. ആ 28 വാർഡുകളിൽ അതൊരു സന്തോഷമുള്ളതായിട്ടുള്ള ദിവസം തന്നെയായിരുന്നു ആ കാലം. കാരണം ഓരോ വർഷവും നമ്മൾ അതിൻ്റെതായിട്ടുള്ള ആഘോഷ പരിപാടികളോടുകൂടി ഓരോ അയൽക്കൂട്ടങ്ങളും വാർഷികം നടത്തുന്നു. 28 വാർഡിലും നമ്മൾ അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ ചില വാർഡുകളിലെല്ലാം നമ്മൾക്ക് സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും എല്ലാം നഗരസഭ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഒന്നും തന്നെ അറിയാറില്ല. കാരണം അവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിട്ടുള്ള നിലയിലേക്ക് പോയി എന്നുള്ളത്. CDS ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P ജ്യോതിമോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ G രഞ്ജിത്ത്, കൌൺസിലർമാരായ MK പുഷ്പകുമാർ, A അജി, സാജു MA, മെമ്പർ സെക്രട്ടറി നസിയ നിസാർ, ഉപസമിതി കൺവീനർ ഗീത, NULM കമ്മ്യൂണിറ്റി ഓർഗനൈസർ ഷാരിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷൻ എക്സാറ്റ് പരിശീലന ടീം അംഗം അനിയൻ കുഞ്ഞുമാഷ് തലമുറ സംഗമം പരിപാടി നയിച്ചു. ഉപസമിതി കൺവീനർമാർ, CDS അംഗങ്ങൾ, വയോജന അയൽക്കൂട്ട അംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ, കുടുംബശ്രീ ADS അംഗങ്ങൾ, കുടുംബശ്രീ NULM ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, MEC, കമ്മ്യൂണിറ്റി കൌൺസിലർ, PR മാർ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ സുജിത EM സ്വാഗതവും CDS അക്കൗണ്ടന്റ് രതിമോൾ CR നന്ദിയും പറഞ്ഞു.
SNDP 490 നമ്പർ ശാഖായോഗം താമരപള്ളി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവ ചടങ്ങുകൾ ജൂൺ 20 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 490 നമ്പർ ശാഖായോഗത്തിൽ പ്രവർത്തിക്കുന്ന താമരപള്ളി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെയും ഗുരുദേവ ക്ഷേത്രത്തിൻ്റെയും പ്രതിഷ്ഠ ജൂൺ മാസം 20-ാം തീയതി രാവിലെ 7-നും 7:45-നും മധ്യേ ബ്രഹ്മശ്രീ സുഗന്ധന്ത്രി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. ജൂൺ 20 വെള്ളിയാഴ്ച രാവിലെ 7-ന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കട്ടച്ചിറ സുഗതൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 19-ന് വൈകിട്ട് 5-ന് താഴികക്കുടം പ്രതിഷ്ഠിക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ക്ഷേത്ര സമർപ്പണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. എസൻട്രസ് ബോർഡ് അംഗം പ്രീതി നടേശൻ ക്ഷേത്ര സമർപ്പണം നിർവഹിക്കും. പ്രതിഷ്ഠ ആഘോഷ കമ്മിറ്റി ചെയർമാൻ അനിൽ ഇന്ദീവരം അധ്യക്ഷത വഹിക്കും. ഏകദേശം 1930-ൽ ഒരു ഭജനമഠത്തിൽ നിന്നും ആരംഭിച്ചതാണ് ഈ ക്ഷേത്രം. ഇന്ന് 2 ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠാകർമ്മങ്ങളാണ് ഈ വരുന്ന 20-ാം തീയതി നമ്മുടെ കൃഷിമന്ത്രി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. SNDP യോഗത്തിൻ്റെ ബഹുമാന്യായ ജനറൽ സെക്രട്ടറിയുടെ സഹധർമ്മിണിയാണ് ഈ ക്ഷേത്രം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജാതി മതഭേദമന്യേ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തനത്തിന് ഒരുപാട് സപ്പോർട്ട് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഇനിയും 20-ാം തീയതി വരെയുള്ള എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ഈ പരിപാടി വിജയിപ്പിക്കാനായിട്ട് 20-ാം തീയതിയിലേക്ക് മുഴുവൻ ആൾക്കാരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ചേർത്തല കടക്കരപ്പള്ളി മാരാമേട്ടിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് നടന്ന രുക്മിണി സ്വയംവര ചടങ്ങുകൾ ഭക്തി നിർഭരമായി. മാരാമേട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് നടന്ന രുക്മിണി സ്വയംവര ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. സ്വയംവര ഘോഷയാത്ര യജ്ഞമണ്ഡപത്തിൽ എത്തിച്ചേർന്നപ്പോൾ രുക്മിണി സ്വയംവരം പാരായണം ചെയ്തു. ആ രുക്മിണി ദേവി യജ്ഞവേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കഥകളൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഇത് 20-ാമത്തെ വർഷത്തെ സപ്താഹമാണ്. രുക്മിണി സ്വയംവരം നിരവധി ആചാര്യന്മാരുടെ മുഖത്തു നിന്നും കേട്ടിട്ടുള്ളവരാണ് നമ്മൾ. ഭഗവാൻ വിദ്യാഭ്യാസത്തിന് ശേഷം ദ്വാരക നിർമ്മിച്ച് ആ ദ്വാരകയിലേക്ക് മധുരയിലെ ജനങ്ങളെ മുഴുവൻ മാറ്റി. ഇതിന്റെ കാരണം പറഞ്ഞു. ജരാസന്ധനായിട്ടുള്ള നിരന്തരം യുദ്ധം. 17 തവണ ജരാസന്ധൻ പരാജയപ്പെട്ടു. വീണ്ടും യുദ്ധത്തിന് വരുമ്പോ ആ രാജ്യത്തെ ജനങ്ങളെ ഭഗവാൻ കാരുണ്യപൂർവം ദ്വാരക സമുദ്രത്തിന്റെ മധ്യത്തില് ഒരു പുലി നിർമ്മിച്ചു ദ്വാരകയിലേക്ക് ജനങ്ങളെ മുഴുവൻ മാറ്റി. ബുധനാഴ്ച അവഭൃത സ്നാനത്തോടെ ഇത്തവണത്തെ സപ്താഹയജ്ഞത്തിന് സമാപനമാകും. സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി കോക്കമംഗലം ഏരിയ കൗൺസിലിന്റെ 12ാമത് വാർഷികം ആഘോഷിച്ചു. ഇതോടൊപ്പം കുടുംബ സംഗമവും നടത്തി. എറണാകുളം സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് ബെന്റിലി താടിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇൻചാർജ് ടോമിച്ചൻ ഇണ്ടിക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ആന്റണി ഇരവിമംഗലം അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി കൊക്കോതമംഗലം AC പ്രസിഡന്റായി തങ്കച്ചൻ തോട്ടങ്കര ചുമതലയേറ്റു. SNDP യോഗം മുഹമ്മ പെരുന്തുരുത്ത് പടിഞ്ഞാറ് 693 നമ്പർ വളവനാട് ശാഖയിൽ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബാക്കിയുള്ളവർക്കെല്ലാം എന്തെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് എന്തെല്ലാം പ്രയാസം കൊടുക്കുന്നത്. ആ നെല്ല് സംഭരിച്ച് കർഷകൻ പണിയെടുത്ത് നെല്ലുണ്ടാക്കി ആ നെല്ല് കടവും വിലയും മേടിച്ചിട്ട് അത് ഏറ്റെടുത്തിട്ട് പോലും എത്ര കോടി രൂപ കൊണ്ടാണ്. പ്രത്യേകിച്ചും നമ്മൾ കയറ്, കശുവണ്ടി, കള്ളിയത്ത് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ കായത്തൊഴിൽ കിടക്കുന്നവരാണ് നമ്മളെല്ലാം തന്നെ. നമ്മുടെ തൊഴിലൂടെ കിടന്നു. കയർ വ്യവസായം തകർന്ന് തരിപ്പണമായില്ലേ? ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടി കരയാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ? ആ കുറവ് പരിഹരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കർഷക തൊഴിലാളികളുടെ സ്ഥിതി എന്തായി? ധൂമാ തൊഴിലാളി എവിടെ കിടക്കുന്നു?
ഒരു കാലത്ത് ഇവിടെ ഇടതുപക്ഷത്ത് നിലനിർത്തിക്കൊണ്ടിരുന്ന ആരെ ചെത്തൊഴിലാളികളാണ്. അവരുടെ ചോരയും നീരും ബോണസുമായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വളർത്തിയെങ്കിൽ ആ ചെത്തുകാരനെ ഇന്ന് ആർക്കും വേണ്ടാത്ത അവസ്ഥയിലായി. യോഗത്തിൽ ചെയർമാൻ ആർ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് SI ഷിബു എസ് പൊള്ളയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. യോഗം ബോർഡ് മെമ്പർ KP പരീക്ഷിത് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യൂണിയൻ കൌൺസിലർ M രാജേഷ്, കൺവീനർ ബൈജു തകിടിവെള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. വെള്ളാള മഹാസഭ മർത്തോറുവട്ടം ഉപസഭയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 3 രാമായണ മഹോത്സവം നടത്തുന്നു. ഇതിന്റെ ലോഗോ പ്രകാശനം മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. വെള്ളാളം മഹാസഭ ചേർത്തല മരുത്തോറുവട്ടം ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് 3 കോതമംഗലത്ത് വീട്ടിൽ വെച്ച് നടത്തുന്ന രാമായണ മഹോത്സവത്തിന്റെ ലോഗോ പ്രകാശനം മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. വരും തലമുറയ്ക്ക് രാമായണ സന്ദേശം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമാവട്ടെ ഇത് എന്ന് അദ്ദേഹം ആശംസിച്ചു. വെള്ളാള മഹാസഭ നേതാക്കളായ മനീഷ് കുഴിവേലിൽ, ഹരിഹരൻ അയ്യപ്പ, ശ്രീകല സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആലപ്പുഴ പാട്ടുകുളം ശ്രീ രാജരാജേശ്വരി ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നിർമ്മാണ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. പാട്ടുകുളം ശ്രീ രാജരാജേശ്വരി മഹാദേവി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിർമ്മാണ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ക്ഷേത്രം ചെയർമാൻ KN പ്രേമാനന്ദൻ അധ്യക്ഷത വഹിച്ചു. മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് നമ്മളെ പ്രവർത്തകർക്ക് എല്ലാവർക്കും അത് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. ഓരോ കാര്യത്തിലും ഓരോ തടസ്സങ്ങളും മാറ്റി പറയാൻ പറഞ്ഞല്ലോ. ഇപ്പോഴും ഈ മഴയും ഒക്കെ ആണെങ്കിലും ഭയങ്കരമായി ആണെങ്കിലും ഇത്രയധികം ആൾ വന്നത് നമ്മുടെ കടന്ന ദേവിയുടെ അനുഗ്രഹമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഈ ഒരു വർഷം നമ്മുടെ നാടിന് കിട്ടുന്ന ഐശ്വര്യം, ഓരോ വീടിന് കിട്ടുന്ന ഐശ്വര്യം, നമ്മുടെ കുട്ടികൾക്ക് വരാൻ പോകുന്ന തലമുറയ്ക്ക് കൂടെ കിട്ടുന്ന ഒരു ഐശ്വര്യദായകമായ വർഷമായിരിക്കും ഈ ഒരു വർഷം. അതിൽ ഭാഗമാകുക എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ധന്യ മുഹൂർത്തം തന്നെയാണ്. കോട്ടയം ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രൊഫസർ സരിത അയ്യർ പ്രഭാഷണം നടത്തി. അതിൽ നിന്നും ഒരു ചലനം, അതിന് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയും. ആ ഒരു വൈബ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഭഗവാന്റെ ഒരു ലീലയാണ് സൃഷ്ടി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവിടെ ഒരു അനക്കം സംഭവിച്ചപ്പോൾ, വൈബ്രേഷൻ സംഭവിച്ചപ്പോൾ അതിനൊരു ശബ്ദമുണ്ടായിരുന്നു. ആ ശബ്ദമാണ് നാം ഓംകാരമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ആദിമ ശബ്ദം ഓംകാരം എന്ന് പറയുന്നത്. ഈ ഓംകാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളുടെ ഇന്ന് നിലവിലുള്ള എല്ലാ ശബ്ദത്തിൻ്റെയും പ്രാതിനിധ്യം ആണ് ഓംകാരം. ജനറൽ കൺവീനർ സാനു, മറ്റു കമ്മിറ്റി അംഗങ്ങളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. കരിങ്കല്ലിൽ ചുവരുകളും മേൽക്കൂര ചെമ്പോലയിലുമാണ് നിർമ്മിക്കാൻ പോകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ബൂർഷ്വാ ശീലങ്ങളെ മാറ്റി നിർത്തുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്ഭവനുമായി അകാരണമായ സംഘർഷത്തിന് CPI ആഗ്രഹിക്കുന്നില്ലെന്നും ബിനോയ് വിശ്വം. ആലപ്പുഴ ബീച്ചിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ആലപ്പുഴ പാലസ് വാർഡിൽ കൊട്ടാരച്ചിറയിൽ 15 വയസ്സുള്ള ഡോൺ തോമസ് ആണ് മരിച്ചത്. കടലിൽ അകപ്പെട്ട വാൻഹായ് 503 കപ്പലുമായി ബന്ധപ്പെട്ട രക്ഷാബോട്ട് എന്ന് കരുതപ്പെടുന്ന ഭാഗം ആലപ്പുഴയിൽ കരയ്ക്കടിഞ്ഞു. പുന്നപ്ര കടൽത്തീരത്താണ് രക്ഷാബോട്ടെന്ന് കരുതുന്ന ഭാഗം കരയ്ക്കടിഞ്ഞത്. വൈക്കത്തെ ശക്തമായ കാറ്റിൽ വ്യാപക നാശം. ഉദയനാപുരത്തെ വീടിന്റെ ട്രസ് വർക്ക് ചെയ്ത മേൽക്കൂര ഉൾപ്പെടെ പറന്നുപോയി. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.